ഹലോ വീട്ടമ്മാസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാൻകട്ടായിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നാൻകട്ടായിന്റെ അതേ ബാറ്റർ വെച്ചിട്ടാണ് ഞാൻ ഈ കുക്കീസ് ഉണ്ടാക്കിയേക്കണത്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോ കൊടുക്കാനൊക്കെ ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സ് ആണ് ഇത്. നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായി ഞാൻ ഇവിടെ 3/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കിലോ മൈദക്ക് 3/4 കിലോ പഞ്ചസാര, 3/4 കിലോ ഡാൽഡയാണ് ട്ടോ യൂസ് ചെയ്യണത്. അപ്പൊ പഞ്ചസാര ഇത് 4 ഏലക്ക ഇട്ടിട്ട് പൊടിച്ച് നല്ലപോലെ മാറ്റി വെക്കണം. ഇതിപ്പോ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശായി പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ പഞ്ചസാരയും മൈദയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഡാൽഡ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. പഞ്ചസാരയും മൈദയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഡാൽഡ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ആ ഡാൽഡ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ പൊടിന്റെയും പഞ്ചസാരന്റെ ഒക്കെ കട്ടയൊക്കെ നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് അരിച്ചെടുത്താലും മതി കേട്ടോ. അപ്പൊ പെട്ടെന്ന് ആയിക്കോളും. ഒരു നുള്ളു ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്ത ഡാൽഡ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം നമ്മൊന്ന് കൈ വെച്ചിട്ട് കുട്ടിന് പൊടിയൊക്കെ നനക്കൂല, അതേപോലെ ഒന്ന് ഉതിർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഡാൽഡ എത്തോട്ടെ. ഇനി നമുക്കും അങ്ങനെ ഡാൽഡ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ബാക്കിയുള്ള ഡാൽഡയും കൂടെ ഒഴിച്ച് നമ്മ ചപ്പാത്തിക്കൊക്കെ ഒന്ന് കുഴച്ചെടുക്കൂലേ, അതേപോലെ ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഡാൽഡയിൽ കുഴച്ചെടുക്കാം. 3/4 കിലോ ഡാൽഡ നമ്മൾ ചൂടാക്കി വെച്ചിട്ട് അത് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ചില സമയത്ത് അധികം ഡാൽഡ യൂസ് ചെയ്യേണ്ട വരൂല. അപ്പൊ നോക്കി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണ വരെ കുഴച്ചെടുത്താൽ മതി. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിന്റെ മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ട്രേയിലേക്ക് ഓരോ ബോൾസ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നാൻകട്ടായിക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കയ്യിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നാൻകട്ടായിന്റെ ഷേപ്പായി കിട്ടും കേട്ടോ. ആദ്യം ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം കേട്ടോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ട്രേയിലേക്ക് നാൻകട്ടായി ഓരോ ബോൾസ് ആക്കിയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ കറക്റ്റ് ഇതാവും കേട്ടോ. മുകളിലൊരു ഇച്ചിരി ക്രാക്ക് പോലെയൊക്കെ കാണുമ്പോൾ തന്നെ മാറ്റിയാൽ മതി. നാൻകട്ടായി ബേക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ട്രേ സെറ്റ് ചെയ്യാം. ഇത് ഞാൻ ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ റെഡിയാക്കണത്. നമുക്കൊരു കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർ യൂസ് ചെയ്തിട്ടുണ്ട്. സർക്കിൾ, ചെറിയ കുഞ്ഞി സർക്കിളും വലിയ സർക്കിളൊക്കെ എടുത്തിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയത്. ഇത് പതുക്കെ ഇനി ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ഷേപ്പിലും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അത് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടും. കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. കുക്കീസൊക്കെ
നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ചില കുക്കീസിൻ്റെ മോൾ ഭാഗം മാത്രം ബ്രൗൺ കളറായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അങ്ങനെ ആവാൻ വേണ്ടിയാണ് മുട്ട അടിച്ചിട്ട് തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഓരോന്ന് ഇങ്ങനെ പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് തന്നെ മതി കേട്ടോ ബേക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് വെച്ചത് നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. കാരണം മുകളിലൊരു ക്രാക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ, അതാണ് കേട്ടോ അതിൻ്റെ ഒരു ബേക്കായി കഴിയുമ്പോഴാണ് ഒരു ക്രാക്ക് പോലെ വന്നത്. അപ്പം ഇത് തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്.